ഏകദേശം ഉറങ്ങാൻ സാധ്യതയുള്ള രാത്രിയിലെ ആ നേരത്ത് ഓലമേഞ്ഞ കുടിലിൽ തൻ്റെ ആ പത്നി ആയിഷ റളിയല്ലാഹു അൻഹയും കിടന്നുറങ്ങുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. കാന നബിയു യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാഹു. തൻ്റെ കാലിൽ നീര് കെട്ടുവോളം ദീർഘമായി പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിക്കുമായിരുന്നു. സ്വാഭാവികമായും അതിൻ്റെ നീരുകെട്ടിയ കാലും കൊണ്ട് വാർദ്ധക്യത്തിലേക്ക് നടന്നു തുടങ്ങിയ പ്രവാചകൻ എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം പ്രവാചകനിൽ നിന്ന് തന്നെ വന്ന ആ ഒരു അസ്വസ്ഥതകൾ കണ്ടുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഉറങ്ങുന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നെണീറ്റിരുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, ലിമ തസ്നഉ ഹാദാ യാ റസൂലല്ലാഹ്, നബിയെ എന്തിനാണ് അങ്ങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടിയതല്ലേ? പിന്നെ ഇത്ര കഷ്ടപ്പെടണോ, ഇത്ര വിഷമിക്കണോ, ഇത്ര അധ്വാനിക്കണോ, ഇത്രയൊക്കെ കർമ്മം ചെയ്യണോ എന്ന് വെക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുന്ന ഉത്തരം അത് നമ്മളോടുള്ള ചോദ്യം കൂടിയാണ്. അഫല ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ഷക്കൂറ. ഞാനൊരു നല്ല അടിമയാകണ്ടേ, അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു അടിമയാകണ്ടേ ആയിഷ? എനിക്ക് പടച്ചോൻ തന്നതിനുള്ള നന്ദി ഇതോടൊക്കെ ആവുകയില്ലല്ലോ എന്നാണ് നമ്മളോട് ചോദിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അള്ളാഹു തന്ന ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് നന്ദി ചെയ്തവരാണ് നമ്മളെന്ന് പറയാൻ കഴിയുമോ? അതിനു മാത്രം നമുക്ക് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഫീൽ ചെയ്യാത്ത, ഇത് അള്ളാഹു എനിക്ക് തന്ന അനുഗ്രഹമാണല്ലോ എന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും തോന്നാത്ത ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സാധാ മാസത്തിലെ സാധാ രീതിയിലുള്ള ഒരു രാത്രിയുടെ അവസ്ഥയായിരുന്നു ഇത്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ കുറച്ചുകൂടി കർമ്മനിരതനാകും. ഇനി അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോഴോ, അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുമ്പോൾ കാന നബി ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിസ്റഹു. പ്രവാചകൻ തന്റെ അരയുടുപ്പ് മുറുക്കിക്കെട്ടും, ഒന്നുകൂടി ഒരുങ്ങി ഇറങ്ങും. നേരിട്ട വാക്കിന്റെ അർത്ഥം അതാണെങ്കിൽ, അല്ലെങ്കിൽ പ്രവാചകൻ തന്റെ ഭാര്യമാരുമായുള്ള ശാരീരിക ബന്ധങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മുക്തനായി, ദുന്യാവിന്റെ ആസ്വാദനങ്ങളിൽ നിന്നും സുഖങ്ങളിൽ നിന്നും സമ്പൂർണ്ണമായും മുക്തനായി ആരാധനകളിലേക്ക് തിരിയും എന്നാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിർ. അവസാനത്തെ 10ൽ പ്രവാചകൻ വലിയ പരിശ്രമം നടത്താറുണ്ടായിരുന്നു. മാലാ യജ്തഹിദു ഫി ഗൈരിഹാ. അതല്ലാത്ത ഒരു സന്ദർഭത്തിലും ചെയ്യാത്ത അത്ര പ്രവാചകൻ ഇറങ്ങി പുറപ്പെടാറുണ്ടായിരുന്നു എന്നാണ്. നമ്മൾ അവസാനത്തെ 10ഉം കടന്ന് മൂന്നാമത്തെ നോമ്പിലാണ് ഇന്ന്. 23ാമത്തെ നോമ്പിലാണ്. നമുക്ക് ആദ്യത്തെ ദിവസങ്ങളും രണ്ടാമത്തെ 10ഉം ഈ ദിവസങ്ങളൊക്കെ തമ്മിൽ വല്ല വ്യത്യാസവും ഇല്ലെങ്കിൽ ഈ ജുമാഅ ദിവസം ആദ്യം എടുക്കേണ്ട തീരുമാനം അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ വരുത്തണം എന്നുള്ളതാണ്. റമളാനൊന്നും അല്ലാത്ത കാലത്തു തന്നെയുള്ള പ്രവാചക ജീവിതമാണ്. കാലിൽ നീരുകെട്ടോളം നിന്ന് നമസ്കരിക്കുമായിരുന്നു എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രയോഗം ആയിഷാ ബീവി നടത്തുകയാണ്. റമളാനിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ കൂടുതൽ സജീവമായിരുന്നു. അവസാനത്തെ 10ലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടി പ്രവാചകൻ കഠിന പ്രയത്നങ്ങൾ നടത്താറുണ്ടായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള പ്രയോഗത്തിൽ നിന്ന് ആദ്യത്തെ പോയിന്റിൽ നമ്മൾ പഠിക്കുന്നത് ഈ കഴിഞ്ഞ 2-3 ദിവസം പോലെ അല്ല, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 10-23 ദിവസം പോലെ അല്ല, ഇനിയുള്ള ദിവസങ്ങളാകേണ്ടത്. നമ്മൾ മാത്രമല്ല, നമ്മള് നേരായാലും വേഗം വണ്ടി എടുത്തും പോരലല്ല. പ്രവാചകന്റെ പ്രത്യേകത എന്താ? കാന നബി ഇദാ ദഖലൽ അശ്ർ ശദ്ദ മിസ്റഹു. പ്രവാചകൻ അരയുടുപ്പ് മുറുക്കിക്കെട്ടും. വഹ്യ ലൈലഹു. രാത്രിയെ ജീവിപ്പിക്കും. രാത്രി ഉറങ്ങാതെ, പരമാവധി ഉറങ്ങാതെ നോക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി പരമാവധി ഉറങ്ങാതെ ആരാധനകളിൽ, ഇസ്തിഗ്ഫാറുകളിൽ, പ്രാർത്ഥനകളിൽ മുഴുകും. വൈഖലാഹു ലഹു. റസൂലുള്ളാഹി മാത്രമല്ല, കുടുംബത്തെയും അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കും. കുടുംബത്തെയൊക്കെ തട്ടി ഉണർത്തും. പ്രവാചകൻ തട്ടി വിളിക്കും. നമുക്കൊരിക്കലും ഒറ്റക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടവരും നമ്മൾ പഠിപ്പിക്കേണ്ടവരും നമ്മൾ തിരുത്തേണ്ടവരുമായ വ്യക്തികളുടെ കാര്യത്തിൽ തിരുത്തുകൾക്കും ബോധ്യപ്പെടലുകൾക്കും ശ്രമിക്കാത്ത ഒരാളാണ് എങ്കിൽ, എതിർ ബോധിപ്പിക്കാൻ നമ്മളെടുത്തില്ലെങ്കിൽ നമ്മൾ ഒറ്റക്ക് സ്വർഗത്ത് പോകൂല. ഒരു നമ്മളെയും കൊണ്ടുപോകും, ഇയാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന് പറയും. ബനൂ ഇസ്രായേലുകളോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സബത്ത് നാളിൽ നിങ്ങൾക്ക് കച്ചവടം പരിപാടി ഒന്നുമില്ല. നമ്മളെ വെള്ളിയാഴ്ചക്ക് തുല്യമായിരുന്നു അവരുടെ സബത്ത് നാള്. നിങ്ങൾ ആലോചിക്കണം, വെള്ളിയാഴ്ച കച്ചവടം പരിപാടി ഒന്നുമില്ല, ആകെ പള്ളിയിൽ പോക്ക് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു മതമെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അന്ന് വേറെ, ഞാനിപ്പോ സ്കൂളിൽ മാഷാണ്, സ്കൂളിൽ പോകാൻ പാടില്ല. അന്ന് വേറെ ഒന്നുമില്ല, കൃഷിയും കച്ചവടം പരിപാടി ഒന്നുമില്ല. നേരം വെളുത്താൽ
ഫ്രഷ് ആയിട്ട് പള്ളിയിൽ വരിക, ഇബാദത്ത് എടുക്കുക. ഇതായിരുന്നു ബനു ഇസ്രായേലികളുടെ സബത്ത് നാളിന്റെ അവസ്ഥ. അപ്പൊ അവരെന്ത് ചെയ്തു? പള്ളി പോണതിന്റെ മുമ്പ് അവർ ചെറിയൊരു കാര്യം ചെയ്തു. കടലിൽ ഇങ്ങനെ മത്സ്യങ്ങൾ വന്നിങ്ങനെ തിളക്കണത് കണ്ടപ്പോ അവർക്ക് സഹിച്ചില്ല. അവർ വേഗം കടലിൽ നിന്നൊരു ചാലുണ്ടാക്കിയിട്ട് കുഴികളിലേക്ക് മത്സ്യങ്ങൾ എത്തിച്ചതിന്റെ ശേഷം ആ കുഴികളിൽ നിന്ന് തിരിച്ചു പോകാനുള്ള വഴി അങ്ങോട്ട് അടച്ചു. എന്നിട്ട് പള്ളിയിൽ പോയി സ്വസ്ഥമായിട്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവർ വന്നിട്ട് ഈ മത്സ്യങ്ങളൊക്കെ പിടിക്കുകയാണ്. അപ്പൊ അവിടെ വിശ്വാസികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ അങ്ങോട്ട് പോവുകയാണ്. എന്തിന്? ഈ പണി ചെയ്യണത് ശരിയല്ല, നമ്മളോട് സബത്ത് നാളിൽ മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. മത്സ്യം പിടിക്കണതിന് തുല്യാണ് ഈ പരിപാടി, ഇത് ചെയ്യരുത്, നമുക്കുള്ള റിസ്ക് പടച്ചോൻ തരും, നിങ്ങൾ എന്തിനാ പേടിക്കണോ എന്ന് ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ വേറൊരു സംഘം ആളുകൾ അവരോട് ചോദിക്കുക, ലിമ തഅലൂന ഖൗമൻ ഇല്ലാഹു മുഹ്ലികുഹും വ മുഅദിബുഹും അദാബൻ ശദീദ. അള്ളാഹ് ശക്തമായി ശിക്ഷിക്കാൻ തീരുമാനിച്ച ഒരു കൗമിനെ പിന്നെ എന്തിനാ കൂട്ടരെ നിങ്ങൾ ഉപദേശിക്കാൻ പോണത്? ഇന്നുണ്ടാകും ഈ മൂന്ന് കൂട്ടരും. ഒന്ന്, പാപങ്ങളിൽ തെറ്റുകളിൽ ജീവിക്കുന്നവർ. രണ്ട്, അവരെ ഉപദേശിക്കുന്നവരും തിരുത്തുന്നവരും. മൂന്ന്, ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് പോയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാതെ ഓരോ തിരുത്തിന്, അതൊക്കെ ഓല സൗകര്യമല്ലേ എന്ന് ചോദിക്കണവരും. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഏതിലാണെന്ന് നമ്മൾ നല്ലോണം ആലോചിക്കണം. നമ്മളെ വാപ്പ, നമ്മളമ്മ, നമ്മളെ ഭാര്യ, നമ്മുടെ മക്കൾ. ചില ആളുകളൊക്കെ മക്കളോടൊന്ന് തെറ്റിയിട്ട് അല്ലേ, മക്കളുടെ മുടി തൊട്ട് വസ്ത്രം വരെയും അവരുടെ നിലപാടുകൾ തൊട്ട് എല്ലാറ്റിലും പിണങ്ങിയിട്ട് പിന്നെ ഒന്നും ഇനി നമ്മൾ തമ്മിൽ സംസാരമല്ല എന്ന് തീരുമാനമാക്കും. അതോടുകൂടെ ശൈത്താന് സൗകര്യമായി, ശൈത്താന് വലിയ സൗകര്യമായി, പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, എങ്ങനെ വേണമെങ്കിലും പോകാം അല്ലേ. അപ്പൊ അതല്ല, നമ്മള് സ്നേഹ സംഭാഷണങ്ങൾക്ക് തീർച്ചയായും വഴിയൊരുക്കിക്കൊണ്ട് തന്നെയാണ് ദാമ്പത്യമാണെങ്കിലും മറ്റെന്താണെങ്കിലും. എടി നല്ല ഇഷ്ടമാണ് എനിക്ക് തന്നെ, സംശയമൊന്നുമില്ല, പക്ഷെ ഇതിൽ നിന്റെ സ്റ്റാൻഡ് ശരിയല്ല. നീ വരണം, നീ കേൾക്കണം, നീ പഠിക്കണം. അപ്പോളെ ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുകും തുഹ്ബറൂൻ, നിങ്ങളും നിങ്ങളുടെ ഇണകളും സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറയുമ്പോ എന്റെ കയ്യും പിടിച്ച് എന്റെ വാപ്പ നിക്കാഹി തന്നെടുത്തുനിന്ന് ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടെന്ന മാതിരി സ്വർഗത്തേക്ക് എനിക്കാണ് പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തണമെന്നാണ് ഈ ഹദീസിന്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. സ്വഹാബത്തൊക്കെ ഒറ്റക്ക് വണ്ടി വരലായിരുന്നില്ല മസ്ജിദ് നബവിയിലേക്ക്. അവർ കുടുംബത്തെ കൂടെ പ്രിപ്പയർ ചെയ്യും, കുടുംബത്തെ കൂടെ കൂട്ടും, അവരെ കൂടെ തയ്യാറാക്കും. എന്താ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കാന യുസല്ലി മിനൽ ലൈലി മാഷാ അല്ലാഹ്, അദ്ദേഹം ദീർഘമായി രാത്രി ഉദ്ദേശിച്ചത്ര നിസ്കരിക്കും. ഹത്താ ഇദാ കാന മിൻ ആഖിറിൽ ലൈലി, രാത്രിയുടെ അവസാന ഭാഗമാകുമ്പോൾ ഐഖല്ലാഹു ലഹു ലിസ്സലാ, കുടുംബത്തെ എഴുന്നേൽപ്പിക്കും. ചിലപ്പോൾ നമ്മൾ ചെയ്യണ അത്ര തന്നെ ഇബാദത്ത് എടുക്കാൻ മക്കൾക്കൊന്നും പറ്റൂല. ചില ആളുകൾ അങ്ങനെയുണ്ട്. അത് ചെറിയ മക്കളെ അവർ ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് പ്രഷർ ചെയ്ത് ഇബാദത്ത് എടുപ്പിക്കും. അവർക്ക് ആദ്യമേ ഒരു മടുപ്പും മതത്തോടൊരു അകൽച്ചയും തോന്നും അല്ലേ. കുട്ടികളെ കെട്ടയച്ചു വിടലും അതേപോലെ തന്നെ ആകെ നിയന്ത്രണങ്ങളുടെ കള്ളിക്കുള്ളിൽ നിർത്തലും രണ്ടും അല്ല വഴി. മറിച്ച് അവരുടെ പ്രായത്തിനനുസരിച്ച് 5 മക്കളുണ്ടെങ്കിൽ 5 ആളോടും 5 രീതിയിലായിരിക്കും നമ്മൾ ഇത്തരം മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കേണ്ടത്. മാത്രല്ല ഐഖല്ലാഹു ലഹു ലിസ്സലാ യഖൂലു ലഹും അസ്സലാ അസ്സലാ സുമ്മ യത്ലു ആദിഹിൽ ആയ, അദ്ദേഹം നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മക്കളും കുടുംബമൊക്കെയുള്ള വാതിലൊക്കെ പോയി മുട്ടിയിട്ട് അദ്ദേഹം ഒരു ആയത്തും കൂടി ഓതും. എന്താ, വഅ്മുറഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ, ഖുർആനിൽ ആയത്ത് ഓതും. നിന്റെ കുടുംബത്തോട് നീ നിസ്കാരം കൽപ്പിക്കണം, എന്നിട്ട് ക്ഷമിക്കും വേണം. ഒരു പല കമന്റും പറയും, ഒരു വേഗം എണീക്കൂല, ഒരു വിളിച്ചാൽ നീ എണീക്കൂല, അവരെ എണീപ്പിക്കാൻ പണിയായിരിക്കും, തെറ്റിങ്ങാണ്ട് പോരലല്ല. മക്കളെ, ഈ ആയത്തുള്ളതുകൊണ്ടാണ് വാപ്പ എന്ത് ചെയ്യണത്, നിങ്ങളെ ഇങ്ങനെ നിർദ്ദേശിക്കുന്നതെന്ന് പറയും എന്നാണ്. അപ്പോ ഉമ്മയാണെങ്കിലും ജ്യേഷ്ഠനാണെങ്കിലും അനിയനാണെങ്കിലും പെങ്ങളാണെങ്കിലും ഇക്കാക്കയാണെങ്കിലും അയൽക്കാരനാണെങ്കിലും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റമളാനിന്റെ അവസാന ദിവസങ്ങളിൽ ഇത്തരം ഒരു ബാധ്യത കൂടി ഉണ്ട് എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. അപ്പം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ് അല്ലെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫൽതമിസുഹാ ഫിൽ അശ്റിൽ അവാഖിർ, നിങ്ങൾ റമളാനിന്റെ അവസാനത്തെ 10 അതിനെ പ്രതീക്ഷിക്കണം. പ്രത്യേകിച്ചും ഒറ്റയിട്ട രാവുകളിൽ പ്രതീക്ഷിക്കണം. ഒറ്റയിട്ട രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. എന്താ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകത? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളുടെ പുണ്യമുണ്ട് ആ രാത്രിയിലെ ഇബാദത്തുകൾക്ക് എന്നാണ്. 83 വർഷവും 4 മാസവും ഒരു വ്യക്തി ഇബാദത്തെടുക്കുന്നതിന് തുല്യമാണ് അത് എന്നാണ്. 83 വർഷവും 4 മാസവും ഒരു വ്യക്തി ഇബാദത്തെടുക്കുന്നതിന് തുല്യമാണ് അത് എന്ന് പിന്നെ പണ്ഡിതന്മാർ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. എവിടുന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കണക്ക് കിട്ടിയെന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. മുഫസ്സിരീങ്ങൾ തന്നെ അങ്ങനെ രേഖപ്പെടുത്തുകയും പഠിപ്പിക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഒറ്റ രാത്രിയിൽ നമ്മൾ നിസ്കരിക്കുന്ന 2 റക്അത്ത് 83 കൊല്ലവും 4 മാസവും നിസ്കരിച്ചതുപോലെ, ആ രാത്രിയിൽ കൊടുക്കുന്ന സ്വതക്ക 83 കൊല്ലവും 4 മാസവും നമ്മൾ സദക്ക കൊടുക്കണ പോലെ, അവിടെ ചെല്ലുന്ന തസ്ബീഹ്, അവിടെ ചെല്ലുന്ന തഹ്ലീല് അത്രയും മഹത്തരമാണെന്ന് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ രാത്രികളിൽ, ഒറ്റയിട്ട രാത്രികളിൽ റമളാനിന്റെ അവസാനത്തെ 10 ഉണ്ടാകേണ്ട ഒന്നാമത്തെ കാര്യം ഇഅ്തികാഫ് തന്നെയാണ്. ആയിഷ ബീവി പറയാണ്, അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇഅ്തികഫു അൽ അശ്റൽ അവാഖിറ, അവസാനത്തെ 10 പ്രവാചകൻ ഇഅ്തികാഫ് ഇരിക്കാറുണ്ടായിരുന്നു മിൻ റമളാനിലെ ഹത്താ തവഫാഹുല്ലാ, അദ്ദേഹത്തെ അല്ലാഹു വഫാത്താക്കുന്നത് വരെ. സുമ്മ അഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, നബിന്റെ കൂടെ അങ്ങനെ കുടുങ്ങിയിട്ടിരുന്നു.
പിന്നെ കുടുംബിനികളൊക്കെ ഇഷ്ടം പോലെ ജീവിച്ചു എന്നല്ല. പിന്നെ പ്രവാചകന്റെ ശേഷം പ്രവാചകന്റെ ഭാര്യമാരും എഴുത്തിക്കാഫിരുന്നു. സ്ത്രീകൾ പള്ളിയിൽ പോയി കൂടാന്നും അങ്ങനെ സ്ത്രീകൾക്ക് പള്ളി വിലക്കുന്ന ഒരു ആയത്ത് ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ചില ഉസ്താദുമാരൊക്കെ പറയും. അള്ളാഹുവിന്റെ റസൂലിന്റെ മരണത്തോടുകൂടെ ഖുർആനിലെ എല്ലാ ആയത്തും ഇറങ്ങിക്കഴിഞ്ഞല്ലോ. പിന്നെ അതിന്റെ അർത്ഥം എന്താ? പിന്നെ അതിന്റെ ശേഷം ഭാര്യമാര് പോയി എന്ന് പറഞ്ഞാൽ ഖുർആനിൽ അത് വിലക്കുന്ന ഒരു ആയത്തില്ല എന്നതിന്റെ അർത്ഥം. നമ്മളെ ബുദ്ധി കൊണ്ടും തല കൊണ്ടും ചിന്തിക്കണം. നമ്മളെ ബിസിനസ്സും നമ്മളെ കച്ചവടവും നമ്മളെ ഭൂമി വാങ്ങലും നമ്മളെ വീട് വെക്കലും കുട്ടിന്റെ കോഴ്സൊക്കെ നമ്മളെ തല കൊണ്ട് ചിന്തിക്കും. ദീനും ബാക്കി കാര്യങ്ങളോ അതൊക്കെ ആരെങ്കിലും ഒക്കെ പറയണത് അങ്ങനെ കേട്ടു പോകുകയും ചെയ്യും, അല്ലെ? അതുകൊണ്ടാണ് നരകത്തിലേക്ക് കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ, നരകത്തിലേക്ക് ഓരോ സംഘത്തെയും തള്ളിയിടുമ്പോ അവരോട് മലക്കുകൾ ചോദിക്കും, അലം യഅ്തികുൻ നദീർ, മനുഷ്യന്മാരെ നിങ്ങളടുത്ത് മുന്നറിയിപ്പുകാരൊന്നും വന്നിട്ടില്ലേ? നിങ്ങൾ ഈ ചെയ്ത പരിപാടിയൊന്നും ശരിയല്ല, നിങ്ങൾക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ലേ? കാലു അവർ പറയും, ബല, ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഫകദ്ദബിനാ, അപ്പൊ ഞങ്ങളത് കളവാക്കി. നിങ്ങളടുത്ത് ഞങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങളടുത്ത് ദീന് പഠിച്ചിട്ട് വേണ്ട ഞങ്ങൾക്ക്, ഞങ്ങൾ അവരോട് പറഞ്ഞു. വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈ, ഞങ്ങളെ നേരാക്കാനുള്ള ഒന്നും നിങ്ങളടുത്ത് പഠിച്ചവൻ അവതരിപ്പിച്ചു തന്നിട്ടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഒക്കെ ഇപ്പോ നാട്ടും പുറത്തെ വർത്താനത്തിലും സംസാരത്തിലും നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമളാനിന്റെ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും വ്യക്തതപ്പെടുത്തേണ്ടത് നിലപാടുകളാണ്. നിലപാടുകൾക്ക് ക്ലാരിറ്റി കിട്ടാൻ ശരിക്കും പ്രാർത്ഥിക്കണം പടച്ചവനോട്. ഹക്കിൽ എന്നെ നിലനിർത്തണേ, ഹക്കിലേക്ക് എന്നെ എത്തിക്കണേ എന്ന് നമ്മള് റബ്ബിന്റെ മുന്നിൽ ഒരു കളിപ്പാട്ടത്തിനു വേണ്ടി ഒരു കളിപ്പാട്ടത്തിനു വേണ്ടി ഒരു കുട്ടി വാശി പിടിച്ച് കരയുന്നത് പോലെ റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞു ചോദിച്ചു വാങ്ങിക്കോന്നാണ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയ വരികളിൽ നമുക്ക് കാണാൻ പറ്റുക. ആവർത്തിച്ച് റബ്ബിനോട് ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ നോക്കുക, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇത്തികാഫിന്റെ രൂപം കൂടി അവർ പറയുന്നുണ്ട്. ഇന്നി കുൻതു ല അദ്ഖലുൽ ബൈത ലിൽ ഹാജ, ഞാൻ വീട്ടിലേക്ക് പോലും ഒരു ആവശ്യത്തിന് വേണ്ടി കടക്കൂല. ഇനി കടക്കാണെങ്കിൽ തന്നെ വൽ മരീദു ഫീഹി, വീട്ടിലൊരു രോഗി ഉണ്ട് എന്ന് വിചാരിക്കുക, ഫമാ അസ്അലുഹു അൻഹു ഇല്ലാ വാന മാറത്തുൻ, ഞാനിങ്ങനെ നടന്നിട്ട് ചോദിക്കുള്ളൂ, അവിടെ നിൽക്കൂല. പള്ളിന്റെ ഉള്ളിലാണ് പരമാവധി സമയം ചെലവാക്കേണ്ടത് എന്നുള്ളവർക്ക് അത്യാവശ്യങ്ങൾക്ക് പുറത്തു പോരാന്ന് പറഞ്ഞാൽ അത്യാവശ്യങ്ങൾക്ക് കുറെ നേരം റൂമിലൊന്നും ഇങ്ങനെ ഇരിക്കലല്ല, മറിച്ചോ ഞാൻ എന്താ ചെയ്യാ, ഞാനൊരു രോഗിനോട് എന്താ എന്റെ അസുഖം, പനി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക, നടന്നിട്ടാ ചോദിക്കുക. അത്ര ധൃതിയിൽ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കും. വൈൻ ഖാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ല യുദ്ഖിലു അലയ്യ റഅസഹു, ഞാൻ വീട്ടിന്റെ ഉള്ളിലാകുമ്പോ, എനിക്ക് ഇഅ്തികാഫ് ഇല്ലാത്ത നേരത്ത്, എനിക്ക് നിസ്കാരം ബാധ്യതയല്ലാത്ത നേരത്ത്, പള്ളിയിൽ കയറാൻ പറ്റാത്ത നേരത്ത് പ്രവാചകൻ അദ്ദേഹത്തിന്റെ തല ഇങ്ങനെ ഇട്ടുതരും, എന്നിട്ടോ എന്റെ മടിയിലേക്ക് വെച്ചേരും. വഹുവ ഫിൽ മസ്ജിദ്, പ്രവാചകൻ പള്ളിയിലാണ്. ഫൗർജിലഹു, അപ്പൊ പ്രവാചകൻ ഞാൻ ചീകി കൊടുക്കും. വകാന ല യദ്ഖുലുൽ ബൈത ഇല്ലാ ലിഹാജത്തിൻ, ആവശ്യത്തിനല്ലാതെ പ്രവാചകൻ ഒരിക്കലും വീട്ടിൽ പ്രവേശിക്കാറില്ല. ഇദാകാന മുഅ്തകിഫൻ, അദ്ദേഹം ഇഅ്തികാഫ് ഇരിക്കുമ്പോൾ. ഇഅ്തികാഫിന്റെ പൂർണ്ണ രൂപത 10 ദിവസം രാവും പകലോടെ ഉണ്ടാകുക. പക്ഷെ മനുഷ്യന്മാർക്ക് അവരുടെ ദുനിയാവിന്റെ വിഷമങ്ങളും പ്രശ്നങ്ങളും കുടുംബ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോ കുടുംബത്തെ കൂട്ടാനും പിന്നെ വാപ്പാനിമാനി കൊണ്ടുവരാനും അങ്ങനെ പല പല ആവശ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ചിലപ്പോ അത് തെരഞ്ഞെടുക്കലായിരിക്കും പല കാരണങ്ങളാൽ ഖൈറ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ വരുന്ന നിമിഷം മുതൽക്ക് അവർക്ക് ഇഅ്തികാഫാകാം, അല്ലെ? വരുന്ന നിമിഷം മുതൽക്ക് അവർക്ക് ഇഅ്തികാഫാകാം. അത് പരമാവധി പള്ളിയുടെ ഉള്ളിൽ തന്നെ ഉഖ്റവിയായ പിന്നെ ദുന്യാവിൻ്റെതല്ലാത്ത ചിന്തകൾ കൊണ്ട് മുഴുകയാണ് വേണ്ടത്. ഈ ഒരു സംഭവത്തിൽ കുറെ പാഠങ്ങളുണ്ട്. എന്താണ്, ഒരു സ്ത്രീ ഹൈലുകാരിയാണെങ്കിൽ പിന്നെ അവരെ പടിക്ക് പുറത്തു നിർത്തുന്ന മതവിശ്വാസങ്ങളും നിലപാടുകളൊക്കെ ഉണ്ട്. അതിനുള്ള ഖണ്ഡനാണിത്. അള്ളാഹുവിന്റെ റസൂൽ അവരുടെ കൂടെ ഇടപെടുകയാണ്. 2, വാർദ്ധക്യത്തിൽ പോലും തന്റെ ഭാര്യയുടെ കൂടെ പ്രവാചകൻ കാണിച്ച പ്രണയം അവിടെ കാണാം. ആയിഷ ബീവി എനിക്ക് ചീകിത്തരണം എന്ന് പറയാണ്. ആയിഷ ബീവി എനിക്ക് ചീകിത്തരണം എന്ന് പറയാം, അല്ലെ? കൊച്ചു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മൂപ്പര് കാര്യം അതുപോലെ മൂപ്പര് നോക്കൂല എന്നൊക്കെ പറയും ചില പെണ്ണുങ്ങൾ. നമ്മളിനി ഒരു നേരം ചോറ് വെച്ചിട്ടില്ലെങ്കിലും ഇതൊക്കെയാണ് നോക്കണ്ടത്. ഒരു നേരത്ത് ചോറ് വെച്ചിട്ടില്ലെങ്കിലും മൂപ്പര് ഹോട്ടലിൽ നിന്ന് തിന്നോളും. നമ്മളായി കൊടുക്കേണ്ട ഇത്തരം മേഖലകൾ നമ്മൾ കൊടുക്കണം. അതിന് പ്രായവ്യത്യാസമൊന്നുമില്ല കേട്ടോ. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി കുടിച്ച അതേ പാത്രത്തിൽ അതേ ഭാഗത്ത് വെള്ളം കുടിച്ച് ചുണ്ടുവെച്ച് വെള്ളം കുടിച്ച് തന്റെ പ്രണയം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പ്രണയത്തിന്റെ ലോകം തുറന്നു വെച്ചിട്ടുണ്ട്. അവര് കഴിച്ച മാംസത്തിന്റെ കഷ്ണം അതേപോലെ കടിച്ച് അവിടെ തന്നെ കടിച്ച് പ്രവാചകൻ തന്റെ പ്രണയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്ലാമിലെ പ്രണയമുള്ളൂ, പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടാണെന്ന് മാത്രം. കല്യാണം കഴിഞ്ഞ സാധാരണ അതൊക്കെ പോകലാണ്, അല്ലെ? സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം സഹോദരങ്ങളെ. അതുകൊണ്ട് പ്രവാചകൻ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ രാത്രി കഴിയൂല എന്ന്, ഇവിടെ വേദന അവിടെ വേദന. പ്രവാചകൻ ഈ ഇവിടെ വേദന അവിടെ വേദന ഒക്കെ വന്നപ്പോ 2 ഇരിക്കുക ചെയ്തത്. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാം. കാന നബിയു യഅ്തകിഫു ഫീ കുല്ലി റമളാന 10 അയ്യാമിൻ, 10 ദിവസമാണ് സാധാരണ ഇരിക്കല്. ഫലമ്മാ കാനൽ ആമുൽ ലദീ ഖുബിള ഫീഹി, വഫാത്തായ വർഷത്തിൽ പ്രവാചകൻ ഇഅ്തകഫ 20 യൗമാ, 20 ദിവസം ഇരുന്നു എന്നാണ്. പള്ളിക്ക് തറാവീഹിന് തന്നെ കയറാത്ത കൗമുണ്ട് മുസ്ലിം സമുദായത്തിൽ. തറാവീഹിന് തന്നെ കയറിയിട്ടില്ല. ഓരൊക്കെ കഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചോക്കാ നിങ്ങൾ. എന്തൊക്കെ ദുനിയാവ് നമ്മൾ പറഞ്ഞാലും നമ്മൾ വാരിക്കൂട്ടണ ദുനിയാവ് പടച്ചോൻ തന്നതേ ഉണ്ടാകുള്ളൂ.
യാ ഇബാദി, എന്റെ അടിമകളെ, തഫറഖ് ലിഇബാദത്തി, നിങ്ങൾ എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി സമയം കണ്ടെത്തൂ. അങ്ങനെ സമയം കണ്ടെത്തിയാൽ എന്താ സംഭവിക്കുക? അങ്ങനെ സമയം കണ്ടെത്തിയാൽ അസുദ്ദു ഫഖറക്, നിങ്ങളെ ദാരിദ്ര്യം ഞാൻ തടയും. അസുദ്ദു ഫഖറക്, നിങ്ങളെ ദാരിദ്ര്യം ഞാൻ തടയും. നിങ്ങൾക്ക് ഹൃദയത്തിൽ ഞാൻ ഐശ്വര്യമിട്ടിരുന്ന നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിലോ നിങ്ങൾക്ക് ഞാൻ നല്ല പണി തരുന്ന ശുഗലൻ, നിങ്ങൾക്ക് ഞാൻ പലജാതി ശുഗലിട്ട് തരും എന്ന് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രവാചകന് വിഷമങ്ങളൊക്കെ വന്ന നേരത്ത് പ്രവാചകൻ പള്ളിയിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മനുഷ്യന്മാർക്ക് വിഷമവും പ്രയാസമൊക്കെ വന്ന ദീനൊന്ന് പോവുക ചെയ്യുക. ഞാൻ ആ മീറ്റിങ്ങിന് ഇല്ലട്ടോ, ഞാൻ അതിന് വരുന്നില്ലട്ടോ, എനിക്ക് ഇന്ന വിഷയം ഉണ്ട് കേട്ടോ. അനുഗ്രഹം വന്നാലും അങ്ങനെ തന്നെയാണ്. വീട് പണിയാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ അതിനില്ലട്ടോ. അങ്ങനെയല്ല, അനുഗ്രഹം വരുമ്പോഴും പരീക്ഷണം വരുമ്പോഴും പടച്ചോന്റെ അടുത്തേക്ക് കൂടുതൽ അടുക്കാനാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ബിൻ ശിഹാബ് സുഹരിയുടെ ഒരു വാചകമുണ്ട്, അജബലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങളെ കാര്യം മഹാ അത്ഭുതമാണ് കേട്ടോ. തറക്കു അൽ ഇഅ്തികാഫ്, അവർ ഇഅ്തികാഫിനെ ഉപേക്ഷിച്ചിരിക്കുന്നു. വറസൂലുള്ളാഹി ലം യത്രുക്കുഹു മുൻദു ദഖലൽ മദീന, പ്രവാചകൻ മദീനയിൽ പ്രവാചകത്വ പ്രഖ്യാപനവുമായി കടന്നു ചെന്ന നാൾ മുതൽ അത് ഉപേക്ഷിച്ചിട്ടില്ല. ഹത്താ ഖബലഹുല്ലാഹു അസ്സ വജല്ല, അദ്ദേഹത്തിന്റെ റൂഹ് പോകുന്നത് വരെ. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന ഹദീസ് ശ്രദ്ധിച്ചോളിയും, തഹറൗ ലൈലത്തുൽ ഖദ്ർ ഫിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10 നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കണം. ഫൈൻ ലഅഫ അഹദുക്കും, നിങ്ങൾക്ക് ആർക്കെങ്കിലും 10 ദിവസവും പറ്റൂലെങ്കിൽ, ഔ അജസ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ അശക്തികളോ ഉണ്ടെങ്കിൽ, ഫലാ യുഗ്ലബന്ന അല സബ്ഇൽ ബവാഖി, ബാക്കി 7 കാര്യം നോക്കണം. 2 ഒറ്റയിട്ട രാത്രി കഴിഞ്ഞു അല്ലെ, 2 ഒറ്റയിട്ട രാത്രി കഴിഞ്ഞു, ബാക്കിയുള്ളതെങ്കിലും നോക്കണമെന്ന് നമ്മളെ കണ്ട് പറഞ്ഞതുപോലെയാണ്. ഇബ്നു റജബ് അൽ ഹംബലി പറയാണ്, യാ മൻ ലാ ഉംറുഹു ഫീ ലാ ഷൈഇൻ, ഒന്നുമില്ലാതെ ആയുസ് കളഞ്ഞ മനുഷ്യന്മാരെ, നേരം വെളുത്ത് വൈകുന്നേരമാകും വരെ അള്ളാഹ്ക്കുള്ള ടൈം എത്രയെന്ന് ചോദിച്ചാൽ എന്താ, കുമ്പിട്ടെണീക്കണ നേരല്ലാതെ വേറെ ഏതെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത മനുഷ്യന്മാരെ, നിങ്ങൾ ആലോചിക്കുക. ഇസ്തദ്രിക് മാ ഫാതക ഫീ ലൈലത്തുൽ ഖദ്ർ, നിനക്ക് നഷ്ടപ്പെട്ട 50, 60, 70 കൊല്ലം, 25, 30, 40 കൊല്ലം നിന്റെ ആയുസ്, അതൊറ്റ രാത്രി കൊണ്ട് നീ തിരിച്ചു പിടിച്ചോ. ഫൈനഹാ തുഹ്സബു ബിൽ ഉംർ, അത് നിന്റെ പ്രായത്തിന് പ്രായശ്ചിത്തം നൽകുന്നതാണ്. അത് പിന്നെ നിന്റെ പ്രായത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ അതുകൊണ്ട് കണക്ക് കൂട്ടപ്പെടും എന്നാണ്. അപ്പോ അവസാനത്തെ 10 മുഖ്യമായ ഒരു കാര്യം ഇഅ്തികാഫാണ്. ഓരോരുത്തർക്ക് അവർക്ക് പറ്റണ പോലെ ഇഅ്തികാഫ് എടുക്കുക. ഇന്ന് മുതൽപ്പട് ഫുൾ ഡേ കയറാൻ പറ്റുമെങ്കിൽ കയറുക. അല്ല, ഒരു രാവും പകലും എന്താ 27ന്റെ പിന്നെ പകലും അതുപോലെ തന്നെ അതിന്റെ രാവും മാത്രം ഇരിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഇരിക്കുക. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 27 ഫിക്സ് ചെയ്തൊരു സാധനമാണ്. അന്ന് കുറച്ച് നല്ല മധുരപലഹാരം ഉണ്ടാക്കി വയറ് നിറയെ അതും തിന്നാൻ ഉറങ്ങിയാൽ മതി എന്നുള്ള മുസ്ലിം സമുദായത്തിന്റെ ഇങ്ങനത്തെ എല്ലാ മർമ്മത്തിലും ശൈത്താൻ വരും ഒരു ഫുഡും കൊണ്ട് അല്ലെ. ബദറിൽ വിശ്വാസികൾ വെട്ടേറ്റ് 14 രക്തസാക്ഷികൾ ചോര വാർന്ന് കിടക്കണേ കണ്ണീരിന്റെ നേരം, കരളിന്റെ കഷ്ണങ്ങളെ പോലെ പ്രവാചകൻ സ്നേഹിച്ചവർക്ക് വേണ്ടി എന്താ അവർക്ക് കഫം പുടവത്തേക്കാത്ത അവസ്ഥ അല്ലെ. ഇങ്ങനെയൊക്കെയുള്ള നേരത്ത് ഇദ്ഹർ പുല്ല് വെച്ചിട്ട് അവരുടെ ശരീരം വെച്ച് കെട്ടി മറവ് ചെയ്യാൻ പ്രവാചകൻ പറയുന്ന നേരത്ത് അവിടെ കണ്ണീരാണ്. നമ്മളെ നല്ല ചൂട് ബിരിയാണി വിളമ്പല, ആർക്കും വിഷമം തോന്നരുത്, ഞങ്ങൾക്ക് വ്യക്തത കിട്ടാൻ വേണ്ടി പറയണം. 27 രാവ് വരുമ്പോഴോ അവിടെ സ്പെഷ്യൽ ഫുഡും പരിപാടിയൊക്കെയാണ് എല്ലായിടത്തും. എങ്ങനെ പരമാവധി ഫുഡ് കുറച്ച് രാത്രി ഉറക്കം എങ്ങനെ മാനേജ് ചെയ്യാന്ന് മുസ്ലിം സമുദായത്തെ കൊണ്ട് ചിന്തിപ്പിക്കണോടത്ത് അവിടെ ഉണ്ടാവും ഒരു സാധനം, എന്നിട്ട് അന്തതണ്ട ആഘോഷിക്കുന്ന അവസ്ഥയാണ് അല്ലെ. അത്തരം അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഇഅ്തികാഫാണ്. ഇനി രണ്ടാമത്തത് ഇസ്തിഗ്ഫാറാണ്. എന്താ ഇസ്തിഗ്ഫാർ? നമ്മൾ ചെയ്ത പാപങ്ങൾ അള്ളാഹുവോട് പറയാം. നമ്മുടെ പാപങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകും? പരസ്യമായ പാപങ്ങൾ ഉണ്ടാകും, സ്വകാര്യമായ പാപങ്ങൾ ഉണ്ടാകും, മതത്തിൽ നിന്ന് പുറത്താക്കുന്ന പാപങ്ങൾ ഉണ്ടാകും, വ്യക്തിയോട് ചെയ്ത പാപങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക കാര്യങ്ങളിൽ പാപങ്ങൾ ഉണ്ടാകും അല്ലെ. പിന്നെ പണ്ട് ചെയ്ത് ഇപ്പൊ ഉപേക്ഷിച്ചതുണ്ടാകും, ഇപ്പോഴും തുടരുന്നതുണ്ടാകും. ഇങ്ങനെ വിശാലമായിരിക്കും. ഞാനീ പറഞ്ഞ ഓരോ ടൈറ്റിലും വെച്ച് ചിന്തിച്ചോക്ക്. എന്താ സ്വകാര്യത്തിൽ ചെയ്യണേ, ഭാര്യ പോലും അറിയാത്ത, ഭർത്താവ് പോലും അറിയാത്ത സ്വകാര്യതയിലെ പാപങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ പൂർണ്ണമായും നമ്മുടെ മനസ്സിനെയും ചിന്തനെയും മോചിപ്പിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴേ ബെഡ്റൂമും നമ്മളുടെ ശാരീരിക ബന്ധവും അതിനൊക്കെ അള്ളാഹ് നിശ്ചയിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. കിട്ടൂല, അല്ലാതെ വല്ലാഹി കിട്ടൂല. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു പോന്ന് നമ്മുടെ ഭാര്യയിൽ നിന്ന് ഭർത്താവിൽ നിന്ന് ഇങ്ങനെ കൊതിച്ച് കാത്തിരിക്കുന്ന, അത് ദാഹം പോലെയാണ്. വെള്ളം കിട്ടിയാലേ ദാഹം മാറുള്ളൂ എങ്കിൽ നമ്മളുടെ കണ്ണിനെയും മനസ്സിനെയും അങ്ങനെ കെട്ടഴിച്ചു വിട്ടാൽ ആ ദാഹം അങ്ങനെ മാറുന്നുണ്ടാകും. ബെഡ്റൂമിൽ നമുക്ക് ഒരിക്കലും തൃപ്തി കിട്ടൂല. അതേപോലെ തന്നെ പരസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. ഞാൻ ഉദാഹരണം പറയേണ്ടതില്ല. മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ ഉണ്ടാകും. മതത്തിൽ നിന്ന് പുറത്തു പോകും, പേര് നല്ല പേരായിരിക്കും, പക്ഷേ മതത്തിൽ നിന്ന് പുറത്തു പോകും. എന്താ? ഇസ്ലാം പഠിപ്പിച്ച അസ്ലുകളെ നിഷേധിക്കുക, ഇസ്ലാം പഠിപ്പിച്ച അസ്ലുകളെ നിഷേധിക്കുക, ഹദീസുകളെ തള്ളുക അല്ലെ, ഖുറാനിലെ തത്വങ്ങളെ തള്ളുക. അങ്ങനത്തെ ഒരു ഖുറാനൊന്നും എനിക്ക് വേണ്ടാന്നൊക്കെ പറയും. ഭയങ്കര സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ വരും ചില കാര്യങ്ങളിൽ. എല്ലാവരും ഒരു പക്ഷത്ത് നിന്ന് അങ്ങനെ ശക്തമായി പറയുമ്പോൾ അത് നമുക്കവിടെ തോന്നും ശരിയാണ്. അതാണല്ലോ സോഷ്യൽ മീഡിയന്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, നമ്മൾ അതിനാണ് പറയാ. സോഷ്യൽ എഞ്ചിനീയറിംഗിലൂടെ തീരുമാനമാകേണ്ടതല്ല ദീനിന്റെ നിലപാട്. 1000 അല്ല
10,000 അല്ല കോടികൾ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഒറ്റക്കാണെങ്കിലും ഹക്കിനെതിരിൽ നിൽക്കുന്നവരുടെ എണ്ണ കൂടുതൽ നിന്നെ സ്വീപ്പാക്കരുത് മാനവി പറഞ്ഞു. ഏതാ വിഷയം? മയ്യത്ത് കൊണ്ടുപോകുമ്പോ മൗനമായിട്ടാണ് പോകേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാ, ഇടത്തും വലത്തൊക്കെ നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീട്ടിച്ചെല്ലുന്ന ആൾക്കാരെ നീ കാണുകയാണ്. ഒരിക്കലും ആളുകളുടെ എണ്ണ കൂടുതൽ നിന്നെ വഞ്ചിതനാക്കരുത് എന്നാ ഞാനീ പറഞ്ഞത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് കോപ്പി ചെയ്തിട്ട് തരും. ഏതെങ്കിലും ഉസ്താദിനെ കാണിക്കാനാണെങ്കിൽ കാണിച്ചോണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഉള്ള ആൾക്കാരാണല്ലോ. അതൊക്കെ കിതാബിൽ കിടക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയണത്. മനസ്സിലായില്ലേ? അപ്പൊ സഹോദരന്മാരെ, അതുകൊണ്ട് ആളുകൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല, നമ്മൾ അതിന്റെ ഹക്കും വസ്തുതയും പരിശോധിച്ച് സത്യസന്ധമായ കാര്യങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പം നമ്മളുടെ ഈ പാപങ്ങൾ നമ്മൾ ഇങ്ങനെ പരിഗണിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യണം. ഇസ്തിഗ്ഫാർ ചെയ്താലുള്ള ഗുണം എന്താ? ഇസ്തിഗ്ഫാർ ചെയ്താൽ നമ്മുടെ ദുരന്തങ്ങളെ പടച്ചോൻ തടഞ്ഞിരുന്നതാണ്. ഇപ്പോ യൂനുസ് നബി അലൈഹി സ്വലാം തിമീങ്കലത്തിന്റെ വായന്റെ ഉള്ളിൽ പെട്ടു. അതിനെക്കുറിച്ച് അള്ളാഹ് നടത്തിയ പ്രയോഗം എന്താ? ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം തസ്ബീഹ് ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചെയ്യുന്ന, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. എന്താ? അന്ത്യദിനം വരെ തിമീങ്കലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ കിടക്കേണ്ടി വരുമായിരുന്നു. അദ്ദേഹം തിമീങ്കലത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ രക്ഷപ്പെട്ടെന്നുണ്ടാ? ഇവിടെ ശ്രദ്ധിക്കുക. എന്താ? എങ്ങനെ അദ്ദേഹം രക്ഷപ്പെട്ടത്? ഇസ്തിഗ്ഫാർ എന്നാ. അപ്പൊ നമ്മള് വലിയ അപകടത്തുനിന്നും ദുരന്തത്തുനിന്നും ഒക്കെ അസ്തഗ്ഫിറുല്ലാ രക്ഷിക്കും. അസ്തഗ്ഫിറുല്ലാ എന്നുള്ളൊരു കുഞ്ഞ വാക്കാണ്. ആ വാക്കിന്റെ ഒരു ശക്തി നോക്കുങ്ങള്. നമ്മളിങ്ങനെ അസ്തഗ്ഫിറുല്ലാ പറഞ്ഞു വിടില്ല. ശരിക്കും ആ വാക്കിന് അങ്ങനത്തെ ഒരു ശക്തി ഉണ്ട്. മഹാ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നതാ. കടലിന്റെ ഇരുട്ട്, തിമീങ്കലത്തിന്റെ വയറിന്റെ ഇരുട്ട്, പിന്നെ ദുഃഖത്തിന്റെ മനസ്സിന്റെ ഇരുട്ട്. അവിടുന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു, അതാ വാക്ക്, പടച്ചോനെ പറ്റിപ്പോയി. നമ്മളെ മലപ്പുറം ഭാഷയ്ക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതിന്റെ അർത്ഥത, പടച്ചോനെ ഞാൻ അക്രമികളിൽ പറ്റിപ്പോയി, സഹായിക്കണം. ഒരു പ്രശ്നമല്ല, നമ്മളൊക്കെ പാപികളല്ലേ, ചോദിച്ചാ പടച്ചോൻ തരുമോ? അപ്പോ ചില ആളുകൾ വിചാരിക്കും അതൊക്കെ നബി ചോദിച്ചതുകൊണ്ടല്ലേ. എന്താ അതിന്റെ ബാക്കി? വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അങ്ങനെയാണ് മുഅ്മിനീങ്ങളെ നമ്മൾ രക്ഷിക്കുക. ചോദിക്കാറുള്ളവർ ചോദിച്ചോളൂ എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് പള്ളിയിൽ അങ്ങനെ വന്നിരുന്ന് സുജൂദിൽ കടന്നും കൈകൾ ഉയർത്തി, ഇനി പള്ളിയിൽ വരാൻ കഴിയാത്തവര് നമ്മളെ വീട്ടിൽ മുസല്ല വിരിച്ചും ഒക്കെ ഇസ്തിഗ്ഫാർ ഇങ്ങനെ ചെയ്ത പാപങ്ങൾ ഓർമ്മയിലുണ്ടെങ്കിൽ അതൊക്കെ എണ്ണിപ്പറയാം, അതെനിക്ക് പുറത്തരണം പടച്ചോനെ എന്ന് പറയാം. വ്യക്തികളോടുള്ള പാപങ്ങളാണെങ്കിൽ അതൊക്കെ അവരോട് സുല്ലാക്കുക. സാമ്പത്തികമാണെങ്കിൽ ഇസ്തിഗ്ഫാർ കൊണ്ട് മാത്രമാവില്ല, കൊടുത്തു തീർക്കുക. അതിനുള്ള വഴികൾ ഒരുക്കുക, അതിനുള്ള പ്ലാനെങ്കിലും മിനിമം ഉണ്ടാക്കാനുള്ള ശ്രദ്ധ ഉണ്ടാകുക. ഇനി നിങ്ങൾ നോക്ക്, ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാന്റെ മറ്റൊരു അത്ഭുതമാണ്. എന്താ അറിയോ? അത് റിസ്കിനെ കൊണ്ടുവന്നേരുന്നതാണ്. വരുമാനം വർദ്ധിപ്പിച്ചേരും. വരുമാനം വർദ്ധിപ്പിച്ചേരാൻ അഡീഷണൽ ഡ്യൂട്ടി മാത്രമേ നമ്മളെടുത്തേ ഉള്ളൂ, അല്ലേ? എല്ലാവരും പണിയെടുക്കുന്ന സമയം കഴിഞ്ഞിട്ടുള്ള ഓവർ ടൈം പണി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ആൾക്കാർക്കാണെങ്കിൽ ഒരിക്കലും അറിയാത്ത കച്ചവടം ചെയ്യലും എന്നിട്ട് പൊട്ടല് മാത്രമേ ഓല മുന്നിൽ വഴിയുള്ളൂ. എന്താ അള്ളാഹ് പറഞ്ഞത്? അള്ളാഹുന്റെ ഖുർആൻ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ആയത്തോതി. നൂഹ് നബി അലൈഹി സ്വലാം പറയാ, ഇസ്തഗ്ഫിറു റബ്ബക്കും, നിങ്ങൾ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ നടത്തിക്കോ, അപ്പോ അള്ളാഹ് നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും, അതുപോലെ തന്നെ മക്കളെ തരും. ഒരു കുഞ്ഞും 3 കൊല്ലം പ്രസവിച്ചില്ല, ഒരു ചെടിയിലും പൂക്കൾ ഉണ്ടായില്ല, ഒരു ഫലവൃക്ഷവും കായ്ച്ചില്ല, അവർ പ്രയാസപ്പെട്ടു പോയി. അപ്പൊ ഇസ്തിഗ്ഫാർ പറയാം. അപ്പൊ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന വ്യക്തിക്ക് വൈനിസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, നിങ്ങൾ തൗബ ചെയ്തു ഇസ്തിഗ്ഫാർ ചെയ്തെങ്കിൽ യുമത്തിഉക്കും മതഅൻ ഹസന, നല്ല വിഭവങ്ങൾ പടച്ചോൻ കൊണ്ടുവരും. ദുനിയാവിലെ നേട്ടാത് വിഭവങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്നേരും. ഇലാ അജലിൻ മുസമ്മ, നിശ്ചിത സമയം വരെ എന്നാണ്. മാത്രമല്ല, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു അടുത്ത് ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്താണ്, ഭയങ്കര വരൾച്ചയാണ് ശൈഖേ. അദ്ദേഹം പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. വേറെ ആള് വന്നിട്ട് പറഞ്ഞു, ദാരിദ്ര്യാണ് ശൈഖേ. അപ്പൊ പറഞ്ഞു, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. വേറൊരാള് വന്നിട്ട് എന്താ, തോട്ടം കത്തിപ്പോയിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറയാ, ഇസ്തഗ്ഫിറില്ല, നീ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യാം. അപ്പോ അവരോട് ചോദിച്ചു, ആതാക്കരിജാലിന്റെ സ്കൂൾ, ഓരോരുത്തർ നിങ്ങളെടുത്ത് വന്നിട്ട് പറയാ, ശൈഖേ ആകെ വരൾച്ചയാണ്, ശൈഖേ തോട്ടം കത്തിപ്പോയി, ശൈഖേ മക്കൾ ഉണ്ടാണില്ല, ഇതിനൊക്കെ നിങ്ങൾ ഇസ്തഗ്ഫിറില്ല, നീ ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ഇങ്ങനെ മാത്രം പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാ, ഇത് ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് സൂറത്തു നൂഹിൽ പറഞ്ഞതാ. ഫഖുൽതു ഇസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. നൂഹ് നബി അലൈഹി സ്വലാമിനെ അദ്ദേഹം അവിടെ ഉദ്ധരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ നോക്കൂ, നിങ്ങൾ മാത്രമല്ല ആരോഗ്യം വർദ്ധിക്കുന്ന അസ്തഗ്ഫിറുല്ലാന്റെ അത്ഭുതമാണ്. നമ്മൾ ഇന്നേ വരെ അങ്ങനെ 3 കൊല്ലം മുമ്പ് ഇതേ വിഷയം നമ്മളിവിടെ ഇസ്തിഗ്ഫാറിന്റെ അത്ഭുതങ്ങൾ എന്ന് വിശദമായി 10-15 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ ആ ഖുത്ബ കിടക്കുന്നുണ്ട്. വേണ്ട ഒരു റെഫറൻസ് എടുക്കുക, നമുക്ക് അത്രയും വിശദമായി പറയാൻ പറ്റൂല. നമ്മൾ ആരെങ്കിലും അസ്തഗ്ഫിറുല്ലാ പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു അത്ഭുതം ഉണ്ട് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്താ, യാ ഖൗമി ഇസ്തഗ്ഫിറു റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. ഹൂദ് അലൈഹിസ്സലാം പറയാണ് അദ്ദേഹത്തിന്റെ സമൂഹത്തോട്, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യൂ, തൗബ ചെയ്യൂ, അപ്പോൾ എന്താ, അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകും, വയസിദുക്കും ഖുവ്വതൻ ഇലാ ഖുവ്വത്തിൻ, നിങ്ങൾക്ക് അള്ളാഹു ശക്തി നൽകും എന്നാണ്, നിങ്ങൾക്ക് അള്ളാഹു ആരോഗ്യം നൽകും എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം അതാണ്. ഇനി ഈ ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട 3-ാമത്തെ കാര്യം എന്താണെന്നറിയോ? 3-ാമത്തെ കാര്യം സ്വതക്കയാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദുൻ നാസ്, ജനങ്ങളിൽ ഏറ്റവും ഔദാര്യമുള്ള വ്യക്തി പ്രവാചകനായിരുന്നു.
നോമ്പ് കാലം വന്നാലോ അദ്ദേഹം കൂടുതൽ ഔദാര്യം കാണിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ സ്വതക്കന്റെ കാര്യത്തിൽ നല്ല പ്ലാൻ ഉണ്ടാക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഇവിടുത്തെ നമ്മളെ സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ ഈ സൊഫിലിരിക്കുന്ന ഒരു സഹോദരന്റെ സ്വതക്കന്റെ ഒരു രീതി, ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ആൾ എനിക്ക് പറഞ്ഞു തന്നു. എന്താ, ഇപ്പൊ എല്ലാ രാത്രിയും ഒരു 500 റുപ്യ വീതം ഇങ്ങനെ കൊടുക്കും. കാരണം ഏത് രാത്രിയിലാണ് ലൈലത്തുൽ ഖദർ കിട്ടുകയെന്ന് അറിയില്ലല്ലോ. നമ്മളെ പള്ളിന്റെ പണി മേലടക്കുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പറ്റുന്ന ആളുകളൊക്കെ ചെരുപ്പൊന്നിട്ടിട്ട് അന്നവിടെ കയറി ഇറങ്ങി അവിടെ നിന്ന് കണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു പോവുക. നമുക്കത് അടിപൊളിയായിട്ട് പൂർത്തിയാക്കണം കേട്ടോ. ഒരു പ്രശ്നമല്ലാതെ ഇങ്ങനെ ഫണ്ട് മുട്ടണ സമയത്തേക്ക് ഇങ്ങനെ പതുക്കെ വന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു വട്ടം തന്നവരൊക്കെ 2ാം വട്ടമൊക്കെ തരാനായിട്ടുണ്ട്. കാരണം 1 കൊല്ലം 1.5 കൊല്ലം മുമ്പൊക്കെയാണ് തന്നത്. അത് വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല, അയാളൊരു ചെറിയ പൈസ എല്ലാ ദിവസവും ഇങ്ങനെ ഇടും. അപ്പൊ ഞാൻ പീസ് റേഡിയോന്റെ ചാർജുള്ള ആളാണ്. പീസ് റേഡിയോന്റെ ഇതിലേക്ക് രാത്രി ഇങ്ങനെ വരും. 10 റുപ്യ, 50 റുപ്യ, 500 റുപ്യ, 1000 റുപ്യ, 5 ലക്ഷം 6 ലക്ഷം ഓരോ ദിവസം ഇങ്ങനെ മറി. എന്താ, കൊച്ചു പൈസയുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങനെ സ്വതക്ക ശീലിക്കണം. നമ്മൾ ഇന്ന് എടുക്കുന്ന കളക്ഷന്റെ കാര്യം കൂടി ഞാൻ പറയാം. അത് ഭക്ഷണത്തിനുള്ള സ്വതക്കയാണ്. നമ്മളൊരു പദ്ധതിയാണത്. തിന്നാനില്ലാത്ത, ഭക്ഷണത്തിന് വകയില്ലാത്ത വ്യക്തികളോട് പോയിട്ട് പറയും, ഇന്ന കടയിൽ നിങ്ങൾ 2000 റുപ്യന്റെ സാധനം അല്ലെങ്കിൽ 1000 റുപ്യന്റെ സാധനം എല്ലാ മാസവും വാങ്ങിക്കോളി. ആ പദ്ധതി നമ്മളിവിടെ ഔദ്യോഗികമായി തുടങ്ങുകയാണ്. നോക്കൂ, നിങ്ങളൊരു ഹദീത്ത് കൂടെ കേട്ടോളൂ. അയ്യുമാ മുഅ്മിനിൻ അത്അമ മുഅ്മിനൻ അലാ ജൂഇൻ, വിശക്കുന്ന വിശ്വാസിക്കാരെങ്കിലും ഭക്ഷണം കൊടുത്താൽ അത്അമഹുല്ലാഹു മിൻ സിമാരിൽ ജന്ന, സ്വർഗ്ഗത്തിലെ ഫലങ്ങൾ അല്ലാഹു അവന് കൊടുക്കും. വമൻ സഖാ മുഅ്മിനൻ, ഒരു മുഅ്മിനിന് ആരെങ്കിലും വെള്ളം കൊടുത്താൽ അലാ ലമഇൻ, അവന്റെ ദാഹത്തിന്റെ നേരത്ത് വെള്ളം കൊടുത്താൽ സഖാഹുല്ലാഹു മിനർ റഹീഖിൽ മഖ്തൂം, സ്വർഗ്ഗത്തിലെ വിശുദ്ധ പാനീയം അല്ലാഹു അവന് കൊടുക്കും. സ്വർഗ്ഗത്തിൽ വിശ്വാസമുള്ളവനെ കോടിക്കണക്കിന് ലിറ്റർ വെള്ളം ഹറമിൽ ഒഴിക്കാൻ വേറെ വല്ലതും വേണോ? ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇഫ്താർ കൊടുക്കാൻ വേറെ വല്ലതും വേണോ? അടുത്ത പ്രദേശത്ത് ഒരു പള്ളിയിൽ വർഷങ്ങളായി ഇഫ്താർ ഉണ്ടായിരുന്നു. ഈ വർഷം അനൗൺസ് ചെയ്യണ കേട്ടു, എന്ത് ഈ വർഷം നമുക്ക് അങ്ങനെ ഭക്ഷണം ഒന്നും ഉണ്ടാവില്ല. ഇതറിഞ്ഞിട്ട് മൊത്തം ചിലവരാൾ ഏറ്റെടുത്തു. ഇപ്പൊ ഞാൻ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. 100-400 ആളുകളുണ്ട്. എല്ലാവർക്കും ഫുഡ്. റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെ പള്ളിയിൽ നമ്മൾ തുടങ്ങും. ഇഫ്താർ മാത്രമല്ല, വെറും ഇഫ്താർ മാത്രമല്ല, വരുന്നവർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കണേ ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. കാരണം എന്താ, ഈ വർഷം ഇഫ്താറിന് ഞാൻ ഇവിടുന്ന് ഇഫ്താറിന്റെ മഹത്വം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഇഫ്താറിന് പൈസ ചോദിച്ചവർക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അത്ര ആളുകൾ കൊടുത്തത് ഫില്ലായി, പ്രൊജക്ട് ഫില്ലായി. ഈദ് കിസ്വ ഞാനും മെമ്പറൊന്നും പറഞ്ഞിട്ടേ അല്ല, ഒരു വാചകത്തെ പറഞ്ഞു. പക്ഷേ ഈദ് കിസ്വയിലേക്ക് വലിയ രീതിയിൽ ആളുകളൊക്കെ സഹായിച്ചു. സ്ഥിരം സഹായിക്കുന്നവരൊക്കെ കൊടുക്കുക. കാരണം എല്ലാ വർഷവും ഒരു കുട്ടിക്ക് എന്റെ ഒരു വക എന്നുള്ളത് ഉണ്ടാവുമ്പോഴുള്ള ഗുണം എന്താ അറിയോ? നമ്മൾ മരിച്ചാലും അതിന്റെ കൂലി നമുക്ക് ഇങ്ങനെ കിട്ടും. ആ വർഷം വരുമ്പോൾ, ആ സമയം വരുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പഠിച്ചവൻ ഇങ്ങനെ ഇട്ടുതരും. ഒരു ഫുള്ള് കൊടുക്കാൻ പറ്റാത്തവരുണ്ടാകും. അതൊക്കെ ഫില്ല് ചെയ്ത് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അവിടെ ഇന്നത്തെ കളക്ഷൻ ഭക്ഷണ വകുപ്പിലേക്കാണ്. ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. ഇതേപോലെ തന്നെ ഏത് കാര്യത്തിനും സക്കാത്ത് നമ്മൾ ചെയ്യും. അത് സക്കാത്തിന്റെ ഫണ്ട് പറ്റുമോ നോക്കും അല്ലേ? ശരിക്കും മനുഷ്യന്മാർക്ക് അറിയില്ല. ഈ സ്വതക്ക എന്ന് പറയുന്നത് രോഗചികിത്സയാണ് എന്നാണ്. തദാവോബി സ്വതക്ക, സ്വതക്ക കൊണ്ട് നിങ്ങൾ ചികിത്സിച്ചോളി നിങ്ങൾ അസുഖം. മെഡിക്കൽ ഷോപ്പിലും ഹോമിയോയിലും പിന്നെ മോഡേൺ മെഡിസിനിലൊക്കെ ഒരുപാട് പൈസ കൊണ്ടിട്ടു. പക്ഷേ സ്വതക്കയിലൂടെയുള്ള എന്റെ ഇന്ന അസുഖം, എന്റെ ഊരവേദന, എന്റെ ഇന്ന കാര്യം അതെനിക്ക് മാറിക്കിട്ടണം നീയത്താക്കി സ്വതക്കയാക്കാനാ പറയുന്നത്. സക്കാത്ത് നമ്മൾ ഔദാര്യം ഒന്നല്ല, അത് നമ്മൾ കൊടുക്കണ്ട, നമ്മളെ പൈസ അല്ല. ആ 2.5% നമ്മളെ പൈസയാണെങ്കിലല്ലേ ഉള്ളൂ. അത് നമ്മളെടുത്ത് പഠിച്ചോ തന്നതാണ്. ലി ഇൻതിഫാഇൽ ഇബാദ്, അടിമകളുടെ ഗുണത്തിന് വേണ്ടി. അത് കൊടുത്തിട്ടില്ലെങ്കിൽ പടച്ചവനോട് ഊരിയെടുക്കും. എന്നിട്ട് കൊടുക്കാൻ മനസ്സുള്ളവൻ്റെ അടുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. സദഖയാണെങ്കിലും സക്കാത്താണെങ്കിലും ഒക്കെ. അതുകൊണ്ട് സഹോദരന്മാരെ, പള്ളിയെ സഹായിക്കുക എന്നുള്ളത് ഇവിടെ വെച്ച്, ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ നിയത്താക്കണം. എല്ലാ മാസവും നമ്മൾ ഒരു റമദാനിൽ മാത്രമേ എടുക്കാത്തുള്ളൂ. റമദാനിൽ അങ്ങനെ ബക്കറ്റ് വെക്കണില്ല. പള്ളിയെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നമ്മളെ ഭാരവാഹികളെടുത്ത് കൊണ്ടേ കൊടുക്കുക. പൈസ ബക്കറ്റ് വെക്കണില്ല. ഒന്ന് അറിയണം നമുക്ക്, നമ്മൾ എത്രത്തോളം അത് ഉൾക്കൊണ്ടു എന്നുള്ളതൊന്ന് അറിയണം. അതിന് തന്നെയാണ് നമ്മളെല്ലാവരും ഒന്നിച്ച് നടത്തേണ്ടതാണ് പള്ളി. വലിയ ബാധ്യത ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് നിയത്താക്കിയാൽ നമുക്ക് പറ്റണ കൊടുത്താൽ മതി. നമ്മളും 300 റുപ്യ കൊടുക്കാൻ നിയത്താക്കി, നമ്മുടെ 100 കൊടുക്കുക. ആരോടെ കൊടുത്തത് പിന്നെ തേഞ്ഞിട്ടില്ല, രണ്ടാമത് ചോദിക്കാനൊന്നും വരില്ല. അപ്പൊ അങ്ങനെ 1 റുപ്യ കൊടുക്കാൻ പറ്റണമെങ്കിൽ 1 റുപ്യ കൊടുക്കുക. 1 കോടിയുടെ മനസ്സോടെ സ്വീകരിക്കുന്ന സാധാരണ നമ്മൾ പറയാം. പൈസ അല്ലാത്തവന്റെ പൈസയും സമയമല്ലാത്തവന്റെ സമയമാണ് നമ്മുടെ കൂട്ടായ്മകളുടെ ഒക്കെ മുന്നോട്ട് പോക്കിന്റെ മർമ്മം. അതുകൊണ്ട് സഹോദരന്മാരെ, ആ കാര്യവും നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം. നോക്കൂ, നിങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സംബന്ധിച്ച് വന്നൊരു വാചകത്തിൽ കാണാം. അബൂ സുലൈമാൻ ദാറാനി പറയാ, എനിക്ക് 10 അടിമകളെ മോചിപ്പിക്കുന്നതിലാണ് നല്ലത്. എന്താ, 10 മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കലാണ് ഖൈർ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വേറുള്ളവരെടുത്ത്, നമ്മളുടെ അടുത്ത് എടുത്തിട്ട് വേറുള്ളവർക്ക് കൊടുക്കും. ഇനി ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട കാര്യം ഞാൻ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. 4-ാമത്തെ കാര്യം സക്കാത്താണ്.
സക്കാത്ത് റമദാൻ മാസത്തിലാണ് കൊടുക്കേണ്ടെന്ന് എവിടെയില്ല. സക്കാത്ത് റമദാനിൽ കൊടുക്കണം. എന്തുകൊണ്ടാ? റമദാനിൽ കൊടുക്കണതിനൊക്കെ ഇരട്ടി കൂലി കിട്ടും. അപ്പൊ കണക്ക് കൂട്ടി കൊടുക്കണം. കൊടുത്തിട്ടില്ലെങ്കിൽ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ, സ്വർണ്ണവും വെള്ളിയും ഒക്കെ അങ്ങനെ കുന്നുകൂട്ടി കൊണ്ടു നടക്കുന്നവർ, ലാ യുൻഫിഖുനഹാ ഫീ സബീലില്ലാഹ്, അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കണില്ലെങ്കിൽ ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് ശക്തമായ ശിക്ഷയുണ്ടായിരിക്കും. യൗമ യുമഹ അലൈഹാ ഫീ നാരി ജഹന്നമ ഫതുഖ്വാ ബിഹാ ജിബാഹും വജുനൂബുഹും വദുഹൂറുഹും, അവരുടെ നെറ്റിയിലും പുറത്തും മുഖത്തുമൊക്കെ അത് വെച്ച് ചൂട് വെപ്പിക്കുന്നതാണ്. കേട്ടോ, ഇത്രയൊക്കെ വേണോന്ന് ചോദിച്ചാൽ വേണം. കാരണം കിഡ്നി രോഗിന്റെയും ക്യാൻസർ രോഗിന്റെയും കുട്ടികളെ പോറ്റാൻ വകയില്ലാത്ത വിധവയുടെയും അനാഥന്റെയും ഒക്കെ പണെടുത്തിട്ട് നമ്മൾ വീടിന് പെയിന്റ് അടിച്ചാ പടച്ചോ വിടൂല. അത് നമ്മൾ കണക്ക് കൂട്ടി കൃത്യതപ്പെടുത്തി കൊടുക്കണം. ചിലപ്പോൾ 2 ലക്ഷം റുപ്യ മാസ വരുമാനമുള്ള ആൾക്ക് 1 രൂപ സക്കാത്ത് ഉണ്ടാവില്ല. എന്താ കാര്യം? ആർക്ക് 70,000 80,000 റുപ്യ മരുന്നിന്റെ പൈസയായിട്ടൊക്കെ ചിലപ്പോൾ ഉമ്മാൻ്റെതും ബാപ്പാൻ്റെ ഒക്കെ പോണുണ്ടാവും. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇത് പറഞ്ഞു. എന്നാലോ വെറൊരു ചെറിയ പൈസ 30,000 25,000 കിട്ടുന്ന ആള് വേറെ ഒന്നുമില്ല, നല്ല സ്വസ്ഥമായിട്ട് പോവുകയാണ്. 590 ഗ്രാം വെള്ളിയുടെ തുകയോളം പോകുന്ന സംഖ്യ ഉണ്ടെങ്കിൽ അയാളെ മൊത്തം പിന്നെ പൈസ എത്രയാണോ അതിന്റെ 2.5% എടുത്തു കൊടുക്കണം. അതിന്റെ 2.5% എടുത്തു കൊടുക്കണം. അതിങ്ങനെ പിന്നെ പരമാവധി സക്കാത്ത് കൊടുക്കാതിരിക്കാനല്ല ആലോചിക്കേണ്ടത്. കൊടുത്തതൊന്നും നമ്മുടെ അടുത്ത് തിരിച്ചു വരാതിരിക്കൂല കേട്ടോ. നമ്മൾ കൊടുത്തതൊക്കെ നമ്മുടെ അടുത്ത് ക്യാരറ്റായിട്ട് പടച്ചോൻ തിരിച്ചു തരും. അതുകൊണ്ടാണ് കോടികൾ കൊടുക്കണ മനുഷ്യന്മാർ കണ്ടിട്ടില്ല നിങ്ങൾ? കോടികളാ കൊടുക്കണേ. പിന്നെ എന്താ പറയാ, വലിയ ബില്യൺ കണക്കിന് ഡോളേഴ്സിന്റെ പള്ളികളൊക്കെ ഉണ്ടാക്കുന്ന ശേഖന്മാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെറും സാധാരണക്കാർ. ഇന്നിപ്പോ കേരളത്തിൽ ഇപ്പൊ എത്ര പള്ളികൾ വന്നു. ഒക്കെ ഇതിപ്പോ ഒരു അറബിന്റെ പൈസ അല്ലാത്ത പള്ളി. അത് ഒറ്റ അറബിന്റെ ഒരു ഫിൽസി പള്ളിയുമല്ല. ഒക്കെ നമ്മളും ഈ സൊഫിലിരിക്കുന്നവരും നാട്ടുകാരും മനുഷ്യന്മാരൊക്കെ നമ്മളെ ഹുത്തുബ കേൾക്കുന്നവരൊക്കെ തന്നതാണ് പൈസ. പള്ളിക്ക് പൈസ ഇനി ആവശ്യമുണ്ട്. നമുക്ക് ഇതിന്റെ സൈഡിലേക്ക് പിന്നെ QHLS ഹോൾ കെട്ടാനുണ്ട്. വലിയ പൈസ ആവശ്യമുണ്ട്. കഴിഞ്ഞ റമദാനിൽ അവസാനത്തെ ഖുത്ബയിലാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അത് വീണ്ടും ഇവിടെ പറയാണ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് സക്കാത്ത് നമ്മൾ കണക്ക് കൂട്ടി കൃത്യതപ്പെടുത്തി കൊടുക്കണം. സക്കാത്ത് കണക്ക് കൂട്ടാനുള്ള ആപ്പും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉപയോഗിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. 5ാമത്തെ കാര്യം, ഈ ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാനുള്ളത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത് മിക്കവാറൊക്കെ അന്നത്തെ പെരുന്നാൾ ദിവസത്തെ ഭക്ഷണം കയ്യിലുള്ള കൂട്ടുകുടുംബത്തിന്റെ ഭക്ഷണം കയ്യിലുള്ള ആളൊക്കെ ഫിത്ർ സക്കാത്ത് കൊടുക്കണം എന്നാണ്. അപ്പൊ ഫിത്ർ സക്കാത്തിന്റെ അർഹൻ തന്നെ ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായില്ലേ? ഒരു സാണ് കൊടുക്കേണ്ടത് അല്ലെ? അപ്പൊ നമ്മളത് കണക്ക് കൂട്ടി 125 രൂപയാണ് ഒരു വ്യക്തിക്ക്. അത് 3 മാസം പ്രായമായ കുട്ടിയുണ്ടെങ്കിലും 1 മാസം പ്രായമായ കുട്ടിയുണ്ടെങ്കിലും 90 വയസ്സായ ആളുണ്ടെങ്കിലും ഒക്കെ 125 ഇൻറ്റു കുടുംബാംഗങ്ങളുടെ എണ്ണം അത്രയും തുക ഏൽപ്പിച്ചാൽ അതിന്റെ നല്ല അരി വാങ്ങി നമ്മളത് ഇൻഷാ അല്ലാഹ് കൊടുക്കും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് 2 ദിവസം മുമ്പൊക്കെ വാങ്ങി വെക്കണതിന്റെ വിതരണം ചെയ്യണതിന്റെ ഒക്കെ മസാലയൊക്കെ ചില ആൾക്കാർ ചോദിക്കും. വക്കാനി ഉഅ്തൂന ഖബലൽ ഫിത്രി ബിയൗമിൻ ഔ യൗമൈനി, എന്താ പറയാ, പെരുന്നാളിന്റെ 2 ദിവസം മുമ്പൊക്കെ സ്വഹാബത്ത് കൊടുക്കാറുണ്ടായിരുന്നു. തെളിവില്ലാത്ത ഒന്നും നമ്മൾ ചെയ്യൂല. അന്ന് രാവിലെ മാത്രമേ കൊടുക്കാൻ പറ്റുന്നതാണ് കിതാബിലുള്ളതെങ്കിൽ അത് നടപ്പിലാക്കും. അതിന് വേണ്ട മാൻ പവർ പുറത്തെടുക്കും. കിതാബിൽ എന്താണുള്ളത്, ഖുർആനിൽ എന്താണുള്ളത്, ഹദീസിൽ എന്താണുള്ളത്, അത് എടുക്കുക എന്നുള്ളതാണ് സുഹൃത്തുക്കളെ നമ്മുടെ രീതി. അതുകൊണ്ട് നമ്മൾ അതിനെ അങ്ങനെ തന്നെ പരിഗണിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. 6ാമത്തെ കാര്യം ഖുർആൻ പാരായണവും പഠനമൊക്കെയാണ് കേട്ടോ. ഇതേപോലെ ഞാൻ വളരെ കൗതുകത്തോടെ കണ്ടൊരു കാര്യം, ഒരു സുഹൃത്ത് മൂപ്പർക്ക് ഖുർആൻ ഓതാൻ ബുദ്ധിമുട്ടുള്ളിടത്ത് ഖുർആൻ അറിയുന്ന ഒരാളോട് വന്നിട്ട് ഇങ്ങനെ ക്ലിയർ കണ്ടു. അതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ നല്ല പ്രാർത്ഥിച്ചു അവർക്ക് വേണ്ടിയിട്ട്, രണ്ടാക്കും വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മളെ സഫ് കൂടെ നടക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ സ്വഹാബത്തിന്റെ ജീവിതം ഒന്നും ഇവിടെ എടുക്കണില്ല. മാറാനും തിരുത്താനും സന്നദ്ധരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ വഴി ഏറെ മനോഹരമാണ് എന്ന് മാത്രമാണ് ഓർപ്പിക്കാനുള്ളത്. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സൃഷ്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകൊണ്ട് ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നോമ്പ് കഴിഞ്ഞാൽ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായ 6 ദിവസങ്ങൾ നോമ്പെടുക്കൽ കൂടുതൽ അഫ്ദലാണ്. ശവ്വാലിലെ 6 എണ്ണമോ അല്ലെങ്കിൽ തുടർച്ചയായ 6 എണ്ണമോ അതിനാണ് നമ്മൾ 6 നോമ്പ് എന്ന് പറയാം. അതുകൂടി വരുമ്പോൾ ഒരു കൊല്ലം നോമ്പ് നോറ്റവനെ പോലെയാണെന്നാണ്. മിക്കവാറും ആളുകൾക്കൊക്കെ 1-2 എണ്ണം നോറ്റിട്ട് അതൻ കൈവിടും. ചില ആളുകളെ നമുക്ക് തിരിഞ്ഞോക്കൽ തന്നെയല്ല, ഇവിടെ വെച്ചൊരു തീരുമാനം എടുക്കുക. പ്രാവശ്യം നമ്മൾ നോൽക്കുന്നത്, നമ്മൾ ഇഫ്താർ അടക്കം വെക്കാറുണ്ട് 6 ദിവസം. അന്ന് ഇഫ്താർ വെക്കാറുണ്ട്. ഇപ്രാവശ്യം ഇഫ്താറിന്റെ തുക തേഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊന്നുണ്ട് എല്ലാവരും കണ്ടറിഞ്ഞാൽ മതി. അപ്പോൾ ആ കാര്യം ഞാൻ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പെരുന്നാൾ ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ 29 നോമ്പാകാനും പിന്നെ ശവ്വാൽ 1 ആകാനുള്ള സാധ്യത കൂടുതലാണ്. എന്താണെങ്കിലും കൃത്യമായ സ്ഥിരീകരണം വന്നതിന് ശേഷം നമ്മളതിൽ കാര്യങ്ങൾ ചെയ്യും. ഏതായാലും നമ്മൾ എന്നത്തെയും പോലെ നമ്മൾ സ്ഥിരം നമസ്കരിക്കണ സ്ഥലത്ത് തന്നെയാണ് അതിനുള്ള സൗകര്യം ഒരുക്കുന്നത്. 7 മണിയാണ് നമ്മൾ സമയം ഇടുന്നത്. സുബഹി കുറച്ചും കൂടിയൊക്കെ നേരത്തെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള കുറേ കുട്ടികളുള്ള സ്ത്രീകളൊക്കെ ഉണ്ട്. ഭർത്താക്കന്മാരും ബാക്കിയുള്ള വീട്ടിലുള്ളവരൊക്കെ ഒന്ന് കൂടി കൊടുക്കുക. ഏതെങ്കിലും 1-2 കുട്ടികളുണ്ടെങ്കിൽ ഒരിക്കലും അവരൊരുങ്ങില്ല, എല്ലാം കൂടി അവർക്ക് മാത്രം വരരുത്, ഒന്നും കൂടി കൊടുക്കുക. പിന്നെ ഭക്ഷണത്തിനുള്ള സംഗതികളൊക്കെ നേരത്തെ ഒന്ന് സെറ്റാക്കി വെക്കുക. ആ രീതിയിൽ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. പുതുവസ്ത്രം സുന്നത്താണ്, ഒന്നുമില്ല. നമ്മുടെ അടുത്തുണ്ടെങ്കിൽ ഒരു പുതിയ കുപ്പായൊക്കെ എടുക്കുക.
കേട്ടോ. കുട്ടികൾക്കൊക്കെ എടുത്തു കൊടുക്കുക, പറ്റണ പോലെയൊക്കെ ചെയ്യുക. അൽഹംദുലില്ലാ ഒരു 100-ൽ താഴെ വീടുകളിൽ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ഒക്കെ ഇടപെടലുകൾ കൊണ്ട് എന്താ പറയാ വസ്ത്രമെത്തിയ സന്തോഷം ഈ സമയത്ത് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വസ്ത്രങ്ങളൊക്കെ ഇസ്ലാമികമാകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹിജാബൊക്കെ കുട്ടികളെ കൊണ്ട് ശരിക്കും ഇടിച്ചിട്ട് ഈദ്ഗാഹിൽ വരുന്ന രൂപം ഉണ്ടാക്കുക. പുരുഷന്മാർ സുഗന്ധം പുരട്ടുക, ഒരു വഴിയിലൂടെ വേറൊരു വഴിയിലൂടെ പോവുക. ഇതൊക്കെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ സ്ത്രീകൾ ഹൈലുകാരികളോട് പോലും അള്ളാഹുവിന്റെ റസൂൽ പോകാൻ പറഞ്ഞ സംഭവമാണ് ഈദ്ഗാഹ്. എന്തുകൊണ്ട് പള്ളിക്ക് പുറത്തുനിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം പണ്ഡിതന്മാർ പറഞ്ഞു ഒന്നതാണ്, അവർ ഖുത്ബ കേൾക്കട്ടെ, നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കട്ടെ. അവരെടുത്ത് വസ്ത്രമില്ലെങ്കിൽ അയലോകത്തുള്ള സ്ത്രീയുടെ ജിൽബാബ് വാങ്ങിയിട്ട് പോകട്ടെ എന്നടക്കം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മളൊന്ന് ഭാര്യമാരൊക്കെ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്തി അങ്ങനത്തെ കാര്യങ്ങളിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. അന്നൊരു ക്വിസ് മത്സരമുണ്ട് നമ്മളെ ഈദ്ഗാഹിലേക്ക് നിശ്ചയിക്കപ്പെട്ട, അതിലൊക്കെ പങ്കെടുക്കാൻ കുട്ടികളൊക്കെ ഒന്ന് നേരത്തെ തന്നെ സെറ്റാക്കാനും പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങൾ ഉണ്ടാവുക. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കുന്നവരെല്ലാം അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ സഞ്ചരിച്ച് അവന്റെ യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടങ്ങളെ റബ്ബ് വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും കഴിയാത്ത കാലഘട്ടത്തിലും നേരത്തും അവസരങ്ങളില്ലായ്മയിലും ഒക്കെ ഒരുപക്ഷെ അവർ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ ഉണ്ടാകും. അതിൽ നിന്നൊക്കെ അല്ലാഹു അവർക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട് ഇന്ന് ജനിച്ചൊരു കുഞ്ഞിനെ പോലെ റമദാനിൽ നിന്ന് ശവ്വാലിലേക്ക് കടക്കാനുള്ള തൗഫീഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. ഇനിയുള്ള ദിവസങ്ങൾ ഈമാനോടുകൂടെ അഭിമുഖീകരിക്കാനുള്ള തൗഫീഖിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. കടക്കണിയിൽ കുടുങ്ങിയവരുണ്ട്, അവരെ അല്ലാഹു അതിൽ നിന്ന് മോചിപ്പിക്കുമാറാകട്ടെ. വിവാഹപ്രായം എത്തിയവരുണ്ട്, അവർക്ക് അല്ലാഹു വിവാഹത്തെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അവർക്ക് അല്ലാഹു അതിൽ നിന്ന് ആശ്വാസത്തെ കൊടുക്കുമാറാകട്ടെ. മക്കൾ കാരണം പരീക്ഷിക്കപ്പെടുന്നവരിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ നമ്മളെക്കാളും ദീനിന്റെ ആവേശവും സ്പിരിറ്റും ഉൾക്കൊണ്ട വ്യക്തികളാക്കി അല്ലാഹു അവരെ മാറ്റി തീർക്കുമാറാകട്ടെ. സ്വകാര്യതയിൽ പല തിന്മകളും ഉള്ളവരുണ്ട്, അതിൽ നിന്ന് അല്ലാഹു അവർക്ക് പൂർണ്ണമായി മോചനത്തെ നൽകുമാറാകട്ടെ. ലോകത്തെമ്പാടും വിഷമം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു ആശ്വാസത്തെ നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന മുസ്ലിം ജനസഞ്ചയങ്ങൾക്ക് അല്ലാഹു കരുത്തുറ്റ നേതൃത്വങ്ങൾ നൽകുമാറാകട്ടെ. അടർക്കളങ്ങളിലൂടെ അവരുടെ പോരാട്ടങ്ങൾക്ക് അല്ലാഹു കരുത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ പൂർണ്ണമായി തിരിച്ചെത്താനുള്ള തൗഫീഖിനെ അവർക്കൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പോരാട്ട ഭൂമികളിൽ കൂടുതൽ കരുത്തോടെ നിലനിൽക്കാനുള്ള മനസ്സിനെ അല്ലാഹു അവർക്ക് കൊടുക്കുമാറാകട്ടെ. തുറങ്കലുകളിൽ അടക്കപ്പെട്ടവരുണ്ട്, അവർക്ക് അല്ലാഹു മോചനത്തെ എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. വീടുകളിൽ നിന്ന് ഇറക്കപ്പെട്ടവരുണ്ട്, അവർക്ക് മനോഹരമായ വീടുകളിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീഖിനെ നൽകുമാറാകട്ടെ. റമദാനിലെ ഒരുപക്ഷെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാൻ സാധ്യതയുള്ള ഈ നേരത്ത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങളെ നീ പൊറുക്കണേ പടച്ചവനെ. ഞങ്ങൾക്ക് നീ നിന്റെ മാപ്പിന്റെ വിശാലോലോകം തുറന്നു തരണേ റഹ്മാനെ. ഞങ്ങളുടെ വീഴ്ചകൾക്ക് നീ പരിഹാരമുണ്ടാക്കി തരണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാനിനെ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അറിഞ്ഞ ദീൻ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മരക്കരുത്തിനെ, സാഹചര്യത്തെ, സന്ദർഭത്തെ ഒരുക്കി തരണേ റഹ്മാനെ.